ആഘോഷിച്ചല്ലേ ഷൈഡ? മഴ എന്ന് പറഞ്ഞൊരു 3-4 മണിക്കൂറായി പെയ്തു. കൺമണിക്കുട്ടിക്ക് പേടി. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. വായോട്ടാ ഡേയ്സും കൂട്ടലേ. ഇന്ന് നമ്മുടെ ദീപാവലിക്ക് അറിയാലോ, നമ്മൾ എന്താ പറയുക, ദീപം കത്തിക്കാറുണ്ട്. ഇപ്പം എൻ്റെ കയ്യിലുള്ള ഇപ്പോൾ ചിരാതിനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു 1500 ചിരാതിൻ്റെ അടുത്തേക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ തുടച്ചെടുക്കുകയാണ്. പക്ഷെ നമുക്ക് ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട്, അതൊക്കെ ആയിട്ട് ദീപം കത്തിക്കാൻ പറ്റുമെന്നൊന്നൊരു ഉറപ്പില്ല. എന്നാലും നമ്മൾ എല്ലാതും ഇങ്ങനെ സെറ്റാക്കി വെക്കുകയാണ്. പക്ഷേ ഇപ്പോഴും ചെറുതായിട്ട് മഴ തൂളിനൊക്കെ ഉണ്ട്. അപ്പം എല്ലാം തുടച്ചെടുക്കട്ടെ. ഒരു ഉറപ്പില്ലാത്ത ഒരു ഇതാണ് ഇന്നത്തെ ചിരാത് തുടക്കിൽ. പിന്നെ അത് മാത്രമല്ല, ഇത് തുടച്ച് വെച്ചിട്ട് വേണം, എനിക്കിതൊരു കല്യാണം ഉണ്ട്. അതായത് എന്നെ യോഗയ്ക്ക് പഠിപ്പിച്ചിട്ടുള്ള മാഷിൻ്റെ മകളുടെ കല്യാണമാണെന്ന്. അപ്പോൾ അങ്ങോട്ട് പോകണം. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യോഗ മാഷ് നമ്മുടെ അയൽപ്പക്കക്കാരും കൂടിയാണ്. അത് മാത്രമല്ല ഷായറിനൊക്കെ ആയിട്ട് ഭയങ്കര അടുപ്പുള്ളവരും കൂടിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത്തിരി തിരക്കുള്ളൊരു ദിവസമാണ് കേട്ടോ എനിക്കിന്ന്. പക്ഷെ നമുക്കിപ്പോൾ തുടച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗം അപ്പം തന്നെ കല്യാണത്തിന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം കല്യാണ വീട്ടിൽ എത്ര എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കിവിടെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ ചെയ്യേണ്ടത്. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളിലേക്ക് നമുക്ക് ധൃതിയുന്നതുകൊണ്ട് അവർക്ക് ഒരുമിച്ച് ഭക്ഷണം കൊടുത്താലൊന്നും അവർ കഴിക്കില്ലല്ലോ. അപ്പോൾ അതുപോലെ അവരെ കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ എൻ്റെ ചിരാത്തൊക്കെ തുടക്കൽ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവിടെ ഒന്ന് വേഗം ഒന്ന് അടിച്ച് വരാം. അവിടെ കാർപ്പുറത്തൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ടോ. കല്യാണത്തിന് പോകാൻ കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെന്ന വഴിക്ക് എന്താ പറയുക, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നു. മാഷിനെ കണ്ടു വിട്ടു അതിൻ്റെ ഇടയിൽ. പിന്നെ അത് മാത്രമല്ല, ചെക്കനും പെണ്ണിനൊന്നും നമുക്ക് കാണാൻ പറ്റില്ല, കാരണം അവർ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ കുറേ നാളായിട്ടുണ്ടായിരുന്നു സദ്യ ഇതേപോലെ കിട്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലിൽ വേഗം സദ്യ കഴിക്കാനായിട്ട് ഇരുന്നത്. പിന്നെ ഇത് അമ്പിളി കേട്ടോ. അപ്പോൾ അതായത് യോഗ മാഷിൻ്റെ മൂത്ത മകളാണ്. അപ്പോൾ അമ്പിളീനെ കല്യാണം കഴിച്ചിട്ടുള്ളത് നമ്മുടെ സിനിമ സംവിധായകൻ സത്യ അന്തിക്കാട് സാറിൻ്റെ മൂത്ത മകനാണ് കേട്ടോ. അപ്പോൾ അമ്പിളീനെ എനിക്ക് പരിചയമുള്ളത് എങ്ങനെയാണെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് അമ്പിളീനെ എനിക്ക് പരിചയം. അമ്പിളിയും ഫാമിലിയൊക്കെ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ എനിക്ക് അമ്പിളിയായിട്ട് കൂടുതൽ പരിചയം വന്നിട്ടുള്ളത്. പിന്നെ അമ്പിളിക്ക് കൂടുതൽ അറിയാനുള്ള ആഗ്രഹം നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളെ കുറിച്ചിട്ടായിരുന്നു അറിയാനായിട്ട് അവൾ കൂടുതൽ ആഗ്രഹം പ്രകടിപ്പിച്ചത്. പിന്നെ യോഗ മാഷ് ഷായറിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നത്. അപ്പോൾ യോഗ മാഷിൻ്റെ മകളുടെ കല്യാണത്തിനാട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. പിന്നെ മാഷ് എന്നെ കൊണ്ടുപോയത് നമ്മുടെ സിനിമ സംവിധായകൻ സത്യാന്തിക്കാട് സാറിൻ്റെ അടുത്തേക്കാണ്. സാറിൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നതാണ് അനൂപ് സത്യ, നമ്മുടെ ഹൃദയപൂർവ്വ സിനിമയുടെ സഹസംവിധായകൻ അനൂപായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ സാറിനോടൊക്കെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. സാറ് നമ്മുടെ ചാനലിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് വളരെ സന്തോഷം തോന്നി എനിക്കപ്പോൾ. പിന്നെ സാറിൻ്റെ ഫാമിലി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സത്യാന്തിക്കാട് സാറിൻ്റെ വൈഫാണ് കേട്ടോ. പിന്നെ ഞാൻ അങ്ങനെ തന്നെ മാഷിൻ്റെ വൈഫിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ ചേച്ചി ഭക്ഷണം കഴിക്കാൻ ഇരുന്ന സമയമായിരുന്നു. അപ്പോൾ ചേച്ചിയോട് യാത്രയ്ക്കും പറഞ്ഞ് അവിടെ നിന്ന് പോരാണ് കേട്ടോ. പിന്നെ ഇത് സൗമ്യ കേട്ടോ. സൗമ്യ നമ്മുടെ വീഡിയോ കാണുന്നതാണ്. അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ പേര് നമ്മുടെ വീഡിയോ കാണുന്ന ഒത്തിരി പേരെ കാണാൻ പറ്റി. പക്ഷേ ആ സമയത്തേക്ക് ഇത്തിരി തിരക്കുള്ള ടൈമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു വീഡിയോ പിടിക്കാൻ പറ്റിയൊരു സാഹചര്യം ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ എല്ലാവരും അങ്ങനെ പിടിക്കാതിരുന്നത്. അപ്പോൾ അതൊക്കെയാണ് വിഷമമൊന്നും തോന്നിയിരിക്കും. അപ്പം നമ്മുടെ ചിരാതൊക്കെ വെക്കേണ്ട സമയമായിട്ടുണ്ട് കേട്ടോ. പക്ഷെ നോക്കിയാൽ മഴ, നല്ല മഴയാണ് പെയ്യണത്. പക്ഷേ നമുക്കാണെങ്കിലോ ഒരിക്കലും മഴ ചതിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം തുലാവർഷമാണ് പെയ്യണത്. എന്നാലും നമുക്ക് എല്ലാ വർഷവും ദീപാവലിയുടെ ആ ഒരു ദിവസം നമുക്ക് മഴ പെയ്യാണ്ട് ദീപങ്ങളൊക്കെ കത്തിക്കാൻ പറ്റാറുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് വിഷമമുണ്ട് കേട്ടോ. ദീപം കത്തിക്കാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്തുള്ളൊരു വിഷമമുണ്ട്. പക്ഷെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ 4 മണി തൊട്ട് നമ്മൾ ചിരാത് നിരത്തി തുടങ്ങിയാൽ മാത്രമാണ് നമുക്ക് 6 മണിയാകുമ്പോഴേക്കും വിളക്കൊക്കെ തെളിയിച്ച് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നൊരു 3 മണി തൊട്ട് ചെറിയ ചെറിയ ചാറിൽ തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ മഴ പോകുന്ന വിചാരിച്ചു. പക്ഷെ 4 മണിയായപ്പോഴേക്കും ഇതേപോലെ ശക്തിയിലായിട്ട് മഴ പെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മഴ കൊള്ളാത്ത ഭാഗങ്ങളിൽ നമ്മുടെ വീടുമായിട്ട് ചുറ്റി നിൽക്കുന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, അവിടെ മാത്രമാണ് നമ്മളിപ്പോൾ ചിരാത് വെച്ച് തുടങ്ങണേ. എന്നിട്ട് മഴ പോവുകയാണെങ്കിൽ, ഒരു പ്രതീക്ഷയില്ല, പോവുകയാണെങ്കിൽ വെക്കണം. കാരണം ഇനിയിപ്പോൾ ചിരാത് വെച്ചാൽ തന്നെ ഈ എന്താ മരത്തിൻ്റെ ഒക്കെ തുള്ളികളൊക്കെ ഇങ്ങനെ അതിലേക്ക് ഇങ്ങനെ വീഴും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു ഭാഗങ്ങളിലൊക്കെ ആയിട്ട് വെക്കാൻ പോകാട്ടോ, നമ്മുടെ ഇറയത്തും വീടിൻ്റെ ഈ തറയോടും കൂടിയിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ ആയിട്ട്.
ശരിക്കേ നല്ല വിഷമം തോന്നുന്നുണ്ട് കേട്ടാ, കത്തിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം. കാരണം അത് കത്തി കാണുമ്പോൾ ആ ഒരു നമുക്ക് ഭയങ്കര ഒരു സുഖമാണേ അത് കാണുമ്പോഴേ. അതൊന്ന് എന്താ പറയുക, കുറവാണല്ലോ കാണാൻ പറ്റുള്ളൂ എന്നുള്ളൊരു വിഷമമുണ്ട്. നമ്മളിതാ ചിരാത് മഴ കൊള്ളാത്ത ഭാഗത്ത് മാത്രമായിട്ടോ ഇന്ന് നിരത്തിയിട്ടുള്ളൂ. ഉറപ്പായിട്ടുണ്ട് ഇന്ന് നമുക്ക് ഫുൾ മഴയാന്നുള്ളത്. നല്ല ഇരുട്ട് കൂടിയിട്ടുള്ള കാലാവസ്ഥ നിൽക്കണേ, നന്നായിട്ട് ഇടിയൊക്കെ വെട്ടുന്നുണ്ട്. അപ്പോൾ ഞാനിതാ നമ്മുടെ വെച്ചേലിക്കുള്ള കുറച്ച് എണ്ണ ഒഴിക്കട്ടെ. എണ്ണയ്ക്ക് നമ്മൾ കൂടുതൽ മേടിച്ചതായിരുന്നു, പക്ഷെ ഇന്ന് പറ്റില്ല. നമ്മുടെ കൺമണിക്കുട്ടി ഇതാ പുത്തൂരായിരുന്നു, ദീപാവലിക്ക് മുടക്കായ കാരണേ അവളവിടെ ആയിരുന്നു. അപ്പോൾ ഇതാ ഇപ്പം ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നോക്കി നമ്മുടെ കൺമണിക്കുട്ടിയുടെ കയ്യിൽ കണ്ടോ മൊബൈൽ സ്റ്റാൻഡൊക്കെ ഉണ്ട്. കൺമണിക്കുട്ടി വ്ളോഗ് ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത് അല്ലേ കൺമണിക്കുട്ടിയെ? കൺമണിക്കുട്ടിയുടെ ചാനലിൻ്റെ പേര് കൺമണി കാത്തു വ്ളോഗ് എന്നാണ് കേട്ടാ. അപ്പോൾ നമുക്ക് എണ്ണ ഒഴിക്കട്ടെ. മിതേ എൻ്റെ മുകളിലുണ്ടെങ്കിൽ ചിരാതൊക്കെ മിതയ്ക്ക് വേഗം വേഗം നിരത്തി തരായിരുന്നു. ഇനിയിപ്പോൾ എണ്ണ ഒഴിക്കാൻ എൻ്റെ മുകളിൽ പറ്റില്ലല്ലോ, മിത വേഗം ഒഴിക്കാട്ടാ. ഞാൻ ചിരാതിലെ എണ്ണയ്ക്ക് ഒഴിച്ച് പോണോട് കൂടി തന്നെ നമ്മുടെ കൺമണിക്കുട്ടി ഇതാ തിരിയിടാൻ വേണ്ടിയിട്ട് എന്നെ സഹായിക്കുന്നുണ്ട്. അത് മാത്രമല്ല കേട്ടോ, ഇപ്പോൾ ഷായേട്ടനും മക്കളും എല്ലാവരും ഉണ്ട് കേട്ടോ എന്നെ സഹായിക്കാനായിട്ട്. കാരണം എല്ലാവരും കൂടി നിന്നാൽ മാത്രമാണ് നമുക്ക്, അതായത് ദീപകം കത്തിക്കണമെങ്കിൽ എല്ലാവരും ഒരുമിച്ച് കത്തിച്ചു തുടങ്ങിയാൽ മാത്രമാണ് നമുക്ക് കൃത്യം ആ ഒരു സന്ധ്യാസമയമാകുമ്പോഴേക്കും നമുക്ക് ദീപം തെളിയിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ കൺമണിക്കുട്ടി കണ്ട തന്നെ കേട്ടോ, അവളത് വീഡിയോക്ക് പിടിച്ച് തന്നെയാണ് ആളെല്ലാ കാര്യങ്ങളും ചെയ്യുക. നമ്മളിതാ ചിരാതൊക്കെ വെച്ചിട്ട് ബാക്കി നോക്കിയേ, ഇത്രയും ചിരാത് നമുക്ക് ബാക്കി വന്നു കണ്ടോ. ഇത് മുഴുവൻ നമ്മൾ വെക്കേണ്ടതായിരുന്നു, കാരണം നമ്മുടെ പടിയിൽ വളർന്ന് തൊട്ട് റോഡിൻ്റെ ഒക്കെ എല്ലാ സൈഡിലായിട്ട് വെച്ച് വരുന്നതായിരുന്നു. അതുപോലെ മുറ്റത്തായാലും അറച്ച് വെക്കായിരുന്നു. അപ്പോൾ ഇത്രയും ബാക്കി വന്നു. ഇനിയിപ്പോൾ നമ്മൾ ദീപം കത്തിക്കാൻ പോവാണ് കേട്ടാ. ചെറുതായിട്ട് കാറ്റുണ്ട്. കൽമണിക്കുട്ടിയെ, എൻ്റെ മോൾക്ക് ദീപം കത്തിക്കാൻ പറ്റൂടാ? വേണ്ട അല്ലേ, ചെറിയ കാറ്റുണ്ട്, കയ്യമ്മയ്ക്കും കൂടി ആയാലോ പൊന്നുണ്ടെ. ഇല്ല ഷേട്ടാ, ഇതില് ഇതില് ഇല്ലേ എൻ്റെ കെട്ടുപോവാ. ഇത് വേറെ തരാൻ പോലുണ്ട്, ഇതിൽ കത്തിച്ച് തരാം.
ഓരോ തിരിയുടെ അടിയിലില്ലേ നോക്കി ഇതിനെ കൊണ്ടുവയ്ക്കുക. ആ വാ ഇറങ്ങി പതുക്കെ ഇറങ്ങി വാ മീനെ തരാം. അയ്യോ സാരില്ല പോട്ടെ. ഇതിൻ്റെ അടിയിൽ തന്നെ വെക്ക്. അപ്പോൾ കത്തും കേട്ടോ. നാലഞ്ചെണ്ണം എടുത്തോളാം പോന്നോ. ഒരു പാക്കറ്റ് എടുത്തോ. ആ കത്തണില്ല കേട്ടു. വേറെ തായോ കൺമണിയാ കേട്ടു. താ ഇല്ലേ ബാക്കിയല്ലേ കത്തിക്കൊണ്ണി. കമ്പിത്തിരി ഉണ്ട്. കമ്പിത്തിരി അല്ലേ ഉള്ളത്. മത്താപ്പ അതിന് കത്താത്ത കമ്പിത്തിരി വേണോ? രണ്ട് പ്രാവശ്യം ഞാൻ മേശപ്പൂ കത്തിക്കാൻ നോക്കി, കത്തണില്ല കേട്ടോ. അങ്ങനെ ഞാൻ പിന്മാറാണ്. ഇനി മക്കളെ ഏൽപ്പിച്ചു കത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ അതേ ദീപമൊക്കെ കത്തിച്ച് കഴിഞ്ഞു കേട്ടാ. കൺമണി കുട്ടി ഹാപ്പി ദീപാവലി എന്ന് പറഞ്ഞാലാക്കിട്ട് എല്ലാവർക്കും ഹാപ്പി ദീപാവലി. കത്തിക്കാം വാ. അയ്യോ കത്താൻ നല്ല ബുദ്ധിമുട്ടുണ്ടല്ലേ. നനവുണ്ട് തോന്നുന്നുണ്ട്. തണുപ്പേറ്റിട്ടാന്ന് തോന്നുന്നുണ്ട് കത്താനായിട്ട് ബുദ്ധിമുട്ട്. ഓ കത്തി. അടിപൊളി. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾക്ക് അത്ര പിടിച്ചിട്ടില്ല കേട്ടാ. കുട്ടിപ്പട്ടാളങ്ങളെ പേടിച്ചിട്ടാണ് പടക്കം മേടിക്കാന്ന് വിചാരിച്ചിട്ട് വേണ്ടാന്ന് വെച്ചു. പക്ഷെ മത്താപ്പ് കത്തിയപ്പോഴും അല്ല, മത്താപ്പല്ല നമ്മുടെ മേശപ്പൂ കത്തിയപ്പോൾ രാവിലെ ഓടി വന്നിരിക്കുക. അടുത്തെടുത്തോണ്ടിരാം, നമുക്കെല്ലാം കത്തിക്കാം. മിതെടുത്തോണ്ടിരാം. എൻ്റെ പതുക്കെ മിതയിൽ നോക്കി പോണം കേട്ടാ. കൺമണി കുട്ടിക്ക് എന്നെ പോയി എടുക്കണം. നോക്കി പോണം കൺമണിയെ. ആ അവിടെ കത്തിക്കാം. ആ എല്ലാതും എടുത്തോ. അപ്പം ഇത് കത്തിച്ച് തരണം. ഇത് കൈമിക്കാവില്ല വാ. ആവില്ല ഇതാ ആവില്ല കമ്മണിയെ ആവില്ല. കൺമണി കുട്ടിക്ക് പഠിച്ചിട്ടപ്പോൾ മീത കത്തിക്കണോ? കൺമണിക്ക് പേടി. മേശപ്പൂ കത്തിക്കണം. അതെ കൺമണി കുട്ടിക്ക് പേടി. ഞാനിങ്ങനെ പിടിക്കണം കേട്ടാ. പിന്നെ നമ്മൾ ഈ പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും ഇതേപോലെ തന്നെ കുറേശ്ശായിട്ട് കത്തിച്ചു നോക്കാം കേട്ടാ. ആരും കൂടുതലൊന്നും കത്തിച്ചിട്ടില്ല. എൻ്റെ മോള് കൊണ്ടുപോയിട്ടാ. അവർ മരിച്ചു വെച്ചിട്ടുണ്ടല്ലേ. ഇതിപ്പോൾ നമ്മളെ കമ്പിത്തിരി എന്ന് പറഞ്ഞിട്ട് അവർ തന്നത് വേറെ പോയില്ലേ. സാരില്ല. ആ മത്തപ്പം തന്നെ നോക്കണേ.
നല്ല ഭംഗിയില്ലേ കൺമണി? ഇനി നമുക്ക് സ്വീറ്റ്സ് എടുക്കാം. പിന്നെ അത് മാത്രമല്ല, അതാ അനിയൻ്റെ മകൻ ജഗുദ വീഡിയോ പിടിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. ജഗുവിനപ്പം സ്വീറ്റ്സ് ആദ്യം. കൺമണി കുട്ടി ജഗുവിന് എടുത്തു കൊടുത്തേ. വാ, വായോ കൺമണി വായോ. കണ്ണാ കണ്ടടാ ജഗ്ഗു, അതാണ് കുഴപ്പം. ജഗ്ഗു ഹാപ്പി ദീപാവലി. എന്നിട്ട് പറയണ്ടേന്ന് അറിയില്ലല്ലോ ജഗ്ഗു. കൺമണിക്കുട്ടി പിന്നെ ആയമ്പെല്ലാം എടുക്കാലോ എന്നുള്ള പ്ലാനിലാണ് അല്ലേ കൺമണിയെ? വെളിച്ചുള്ളടത്തൊക്കെ പോയിട്ട് വേണം. ശരി, ഊട്ടി ബസ്സിൽ തന്നെ അടിപൊളി സാധനങ്ങളാ. എടുക്കുന്ന ഇതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും തോന്നുന്നുണ്ട്. ഇതില്ലല്ലേ ഇതേപോലെയൊക്കെ തന്നെ അല്ലേ? അപ്പൊ ഇത്രയും മതിയല്ലേ? ഇതേതെടുക്കണ്ടേ? അപ്പോൾ നമ്മുടെ കോമ്പൗണ്ടിൽ ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും ഇതേപോലെ കുറേശ്ശിനെ കത്തിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നേരെ ഓപ്പോസിറ്റുള്ള അനിയൻ്റെ വീട്ടിൽ അവർ കത്തിച്ചിട്ടുള്ളതാണ്. എങ്ങനെയാണ് കേട്ടോ? ഇതേപോലെ തന്നെ മഴ കൊള്ളാത്ത രീതിയിൽ ആ കുറച്ച് ഭാഗത്ത് മാത്രം ദീപമാണ് അവരും കത്തിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇത് വലിയേട്ടൻ്റെ വീട്ടിൽ കേട്ടോ. വലിയേട്ടൻ്റെ വീട്ടിൽ ഇതേപോലെ തന്നെ നിലവിളക്ക് കത്തിച്ച് ചുറ്റുമായിട്ട് ദീപം കത്തിച്ചൊക്കെയായിട്ട് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മുടെ കൺമണിക്കുട്ടിയുടെ വീടാണ് കേട്ടോ. അപ്പോൾ കൺമണിക്കുട്ടി ആരാന്ന് ചോദിച്ചാൽ വലിയേട്ടൻ്റെ മകൻ്റെ കുട്ടിയാണ് നമ്മുടെ കൺമണിക്കുട്ടി. പിന്നെ ഈ വീടെന്ന് പറയുന്നത് ഷായൻ്റെ നേരെ താഴെയുള്ള അനിയൻ അജുവിൻ്റെ വീടാണ്. അവിടെ എല്ലാം ഇതേപോലെ തന്നെയാണ് കേട്ടോ. അവരുടെ ഫ്രണ്ടിൽ ഇറയത്തും ആ മഴ കൊള്ളാത്ത കുറച്ച് ഭാഗത്ത് തന്നെയാണ് അവരും വെച്ചിട്ടുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമ്രാനും ചാർലിക്ക് മക്കളെ എന്നപ്പോഴേ അവരുടെ ഭാഗത്ത് ചുറ്റിപ്പറ്റി നിൽക്കാനായിട്ട് ഓടി വന്നിരിക്കുക. എന്തൊരു സ്നേഹമെന്നറിയോ അവർക്ക് ചെല്ലുമ്പിക്കേ. എന്തൊക്കെ കുറേ വിശേഷങ്ങൾ പറയാനുള്ള പോലെയാണ്. ചുറ്റിപ്പറ്റി നോക്കി കൺമണിക്കുട്ടിയുടെ അടുത്ത് നിന്നൊന്നും പിന്മാറേയില്ല, അതേപോലെ നിൽക്കവര്. അപ്പോൾ നമ്മുടെ ദീപാവലിക്ക് ഞാൻ പറഞ്ഞു മഴയൊക്കെ ആയ കാരണം നമുക്ക് ഈ പ്രാവശ്യം ദീപം ഇത്രേ കത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ എന്താ പറയുക, വീഡിയോ കാണുന്ന കുറേ പേർക്ക് അറിയാം നമ്മുടെ അവിടുത്തെ ദീപാവലിയുടെ ആഘോഷം എങ്ങനെയായിരുന്നു നമ്മൾ ചെയ്യാറുന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുതിയത് വന്നിട്ടുള്ള കുറേ പേർക്ക് അറിയില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ അതായത് മുൻ വർഷങ്ങളിൽ നമ്മൾ ദീപാവലി എങ്ങനെയാണോ ആഘോഷിക്കാറെന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം കാണിച്ചു തരാം കേട്ടോ. അന്ന് നമ്മളൊക്കെ ദീപം കത്തിക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ ചുറ്റും നമ്മൾ ദീപം കത്തിക്കൂട്ടെ, അങ്ങനെയാണ്. അപ്പോൾ അതാ എല്ലാവരും ദീപമൊക്കെ കത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരുടെ വീട്ടിലും ഇതേപോലെ തന്നെയാണ്. മാക്സിമം എത്രമാത്രം ഭംഗിയാക്കാൻ പറ്റുന്നു അത്രയും ഭംഗിയാക്കൂട്ടെ നമ്മൾ. അതേ രീതിയിലാണ് നമ്മൾ ദീപം കത്തിക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഇപ്പോൾ ചിരാതിൻ്റെ എണ്ണം നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും കത്തിക്കുന്ന ചിരാതിൻ്റെ എണ്ണം നോക്കിയാൽ എന്തായാലും ഒരു 5000-ന് മുകളിൽ തന്നെ ചിരാത് നമ്മൾ കത്തിക്കും. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഇതിൽ എല്ലാവരും എന്താ പറയുക, എല്ലാ കുട്ടികളും ഒരുമിച്ച് സഹകരിച്ച് ആ രീതിയിലാണ് കേട്ടോ എല്ലാവരും ദീപം കത്തിക്കുക. ദീപം കത്തിച്ച് കഴിയുമ്പോൾ ആ കാണുന്ന ഒരു ഭംഗിയില്ലേ, അതൊക്കെ ശരിക്കും നമുക്ക്, അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഈ വട്ട ദീപാവലിക്ക് മഴയായിട്ട് ദീപം കത്തിക്കാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഒത്തിരി മിസ് ചെയ്യും. കാരണം അത്രയും നല്ലൊരു, നമുക്ക് തന്നെ അറിയില്ല ആ സമയത്ത് എന്താണ് നമുക്ക് അങ്ങനെ ദീപം കത്തി കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു ഇത് എന്താണ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും ഭംഗിയായിരിക്കും. പിന്നെന്ന് പറഞ്ഞാൽ ആ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ എല്ലാവരും കഴിക്കും, അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ അത് മാത്രമല്ല ദീപം നമ്മൾ ഇപ്പോൾ ഇവിടെ ഗണപതിയുടെ വരച്ചിട്ട് അതിലാണ് നമ്മളിപ്പോൾ ചിരാത് കത്തിച്ചിട്ടുള്ളത്. അതൊക്കെ കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് കേട്ടോ. പിന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ദീപങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ കെട്ടു തുടങ്ങും. എങ്കിലും ആ കത്തി നിൽക്കുമ്പോൾ അത് കുറച്ച് ഒരു 1-2 മണിക്കൂർ തന്നെ ദീപം ഇങ്ങനെ കത്തിക്കൊണ്ട് നിൽക്കും കേട്ടോ. ഭയങ്കര ഭംഗിയാണ്. ഇത് നമ്മുടെ ആ ഫ്രണ്ട് ആ പോർഷനായിട്ട് ആ കിണറിൻ്റെ ഭാഗം അതൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ ആ ഒരു ഭാഗമാണ് കാണുന്നത്.
അത് നമ്മളിങ്ങനെ അറ്റം വരെ ഗേറ്റുമ്പത്തേക്ക് കെട്ട് തുടങ്ങി. പിന്നെ മാവന്തറ അതിൻ്റെ ചുറ്റും അങ്ങനെ എല്ലായിടത്തും വെക്കും. അതായത് പിന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അന്നത്തെ ദിവസം ഭയങ്കര രസമാണ് അങ്ങനെ വെറുതെ നടക്കുക. അങ്ങനെ അവരുടെ കണ്ടു ഇപ്പോൾ ദീപത്തിന് വെച്ചതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഉള്ള ഓടികളിയും കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്യണത്. പിന്നെ സ്വീറ്റ്സ് കഴിച്ചു തുടങ്ങി എല്ലാവരും. കുറച്ച് നേരമൊക്കെ അതിൻ്റെ കൂടെ നടക്കും ദീപത്ത് കത്തിച്ചതിൻ്റെ. അതേപോലെ അവർക്ക് സ്വീറ്റ്സൊക്കെ കഴിച്ചു തുടങ്ങും. കുട്ടികളുടെ മുഖമൊന്നും തെളിഞ്ഞ് കാണുന്നില്ല ഇരുട്ടിൻ്റെ ആ വെളിച്ചത്ത്. പക്ഷെ അത് രസമാണ് ആ ഒരു തെളിച്ചത്തോടെ കാണുന്നത്, അതിനൊരു ഭംഗി കൂടുതലാണ്. അപ്പം അങ്ങനെ ദീപം കത്തി കഴിഞ്ഞ് തുടങ്ങി. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിൽ അമ്മ ഇരിക്കുന്നുണ്ട്. അമ്മ അതേ അറിയത്തിരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം അമ്മയില്ല. അപ്പം അന്ന് അമ്മയുള്ള സമയത്ത് ഒരു ദീപാവലി ആയിട്ട് ഞാനിന്ന് കാണിച്ചിട്ടുള്ളത്. പിന്നെ കമ്പിത്തിരി കത്തിക്കുക, പടക്കം പൊട്ടിക്കുക, അങ്ങനെ ചെറിയ ചെറിയ നല്ല നല്ല ഒരു രസം. അങ്ങനെയുള്ള കുട്ടികൾക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ആ ദിവസമൊക്കെ ഒന്ന് ചെയ്യുക. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റ് വരുന്ന കാരണമാണ്. ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊന്നും അധികം സംസാരമൊന്നും ഇല്ലാണ്ട് പോയത് നമുക്ക് കോപ്പിറൈറ്റ് വരും. അപ്പോൾ അല്ലെങ്കിൽ മ്യൂസിക്കൊക്കെ ഇട്ട് തരായിരുന്നു. അപ്പോൾ അമ്മയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ അമ്മയുടെ കയ്യിൽ കമ്പിത്തിരി കത്തിച്ചിട്ട് കൊണ്ടു കൊടുക്കുക കേട്ടോ. അമ്മയ്ക്ക് ഇഷ്ടമാണ്. പക്ഷെ അമ്മയ്ക്കാണെങ്കിൽ എനിക്ക് നടക്കാൻ പറ്റാത്ത കാരണം അമ്മ അവിടെ ഇരുന്നിട്ട് ചെയ്യണമെന്നുള്ളൂ കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ആ ഒരു ദിവസം വലിയവർ ചെറിയവരൊന്നും ഇല്ല കേട്ടോ. എല്ലാവരും അവരവർക്ക് പറ്റുന്ന രീതിയിൽ എന്താ പറയുക, കമ്പിത്തിരി കത്തിക്കാനും മത്തപ്പ് കത്തിക്കാനും പടക്കം പൊട്ടിക്കാനും ഒക്കെ എല്ലാവരും മുന്നിലാണ്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ഒരു ദീപാവലി ആഘോഷം എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും ഒരു രസമാണ് ആ ഒരു ദിവസം. അമ്മയുടെ മക്കൾക്ക് ഒരു സാധനം തരാം. അപ്പോൾ ദീപാവലിയുടെ സ്വീറ്റ്സ് ഞാൻ അവർക്കും കൂടി എടുത്തിട്ടുള്ളതാണ്. കുറേശ്ശെ കൊടുക്കണുള്ള മധുരം അത്ര നല്ലതല്ലല്ലോ. അതെ ഇത് തരാം കേട്ടോ. അന്ന് ഫസ്റ്റ് മെസ്സ് കൂട്ടനിരിക്കട്ടെ, മർഡോണ ഇരിക്കട്ടെ. എല്ലാവർക്കും ആദ്യം ഓരോ റൗണ്ട് എത്തട്ടെ. നമ്മുടെ കല്യാണം കൂടിന് താഴേക്ക് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു കൂട്ടത്തിലുണ്ട് കല്യാണിക്കുട്ടിയും. ഓ മെസ്സിക്കുട്ടാ മധുരക്കുട്ട എന്താ തല്ലുകൊണ്ട് പോണ്. ഇവർക്ക് പെൻ്റകൾ ആരോഗ്യം. ഇവർ മേലിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പോകും. ഒരാൾ ബാക്കിൽ നിൽക്കണം, നമ്മുടെ റൊണാൾഡോ മോൻ. എല്ലാവർക്കും കൊടുക്കട്ടെ മെസ്സിക്കുട്ടാ. കല്യാണി മോൾ ഇത്ര ഒതുക്കത്തിൽ നിൽക്കുകയാണ്. ഇഷ്ടമായോ? നാളെ തന്നെ ഞാൻ വരയുടെ മരുന്ന് മേടിച്ച് തന്നെ വരും. കാരണം ഈ വട്ടം അങ്ങനെ കത്തിക്കാൻ പറ്റാത്തതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു നല്ല വിഷമമുണ്ട്. ആ ഒരു ദിവസം ഒരു പ്രത്യേകതയാണ്. ഇന്നിപ്പോൾ എന്നാലും നമുക്ക് പറ്റുന്ന മാക്സിമം നല്ല രീതിയിലല്ലേ നമ്മൾ ആഘോഷിച്ചല്ലേ ഷൈഡ. നല്ല മഴയാണ് പെയ്യണേ. നമ്മുടെ കൺമണി കുട്ടിയാണെങ്കിൽ സ്വീറ്റ്സ് ഇഷ്ടപ്പെട്ടത് ഓരോന്നോരോന്നൊക്കെ എടുത്ത് കഴിച്ചു അല്ലേ കൺമണിയെ? അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ കാണാം കേട്ടോ.